കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. പ്രതിക്ക് IPC 302 വകുപ്പ് പ്രകാരം പോസ്കോ പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ശിശുദിനത്തിൽ ശിശുഘാതകന് വധശിക്ഷ വിധിച്ചുകൊണ്ട് സുപ്രധാന വിധി പുറത്തുവന്നിരിക്കുന്നു. നിയമ അവബോധത്തിനും സാമൂഹിക അറിവിനുമായി അടുത്തതായി ചാറ്റ് വിത്ത് നസ്രു എന്ന ഷോയിലേക്ക്. വെൽക്കം ടു ദി ഷോ ചിറ്റ് ചാറ്റ് വിത്ത് നസ്രു. അപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് പോക്സോ, എന്തിനാണ് പോക്സോ നിയമങ്ങൾ, ആ ഒരു നിയമത്തിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, ഇത്രത്തോളം ഇന്നത്തെ കാലയളവിൽ അതിന് പ്രസക്തിയുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഷോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഏവർക്കും പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളോട് കൂടെ ഇന്നുള്ളത് അഡ്വക്കേറ്റ് വൃന്ദ മാം ആണ്. മാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, UN കൗൺസിൽ മെമ്പറാണ്, കൂടാതെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകയുമാണ്. അപ്പൊ മാമിനെ നമ്മുടെ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നമസ്കാരം മാം. നമസ്കാരം. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ നിന്ന് ആദ്യം കിടക്കാം. മാം, എന്താണ് പോക്സോ നിയമം? 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ സെക്ഷലി ഹരാസ് ചെയ്യപ്പെട്ടാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് പോക്സോ ആക്ട്. അപ്പം എത്ര ചെറിയ ഒരു നോട്ടം തുടങ്ങി എത്ര അഗ്രിവേറ്റ് ആയിട്ടുള്ള ഹറാസ്മെന്റ് ആണെങ്കിൽ തന്നെ അതെല്ലാം ഈ ആക്ടിന് കീഴിൽ വരും. 2012 ഈ നിയമം ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ 2012 വന്ന നിയമം 2019 പിന്നീട് ഭേദഗതി ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ 2012 നിന്ന് 19 എത്തുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത്? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 2012 മാക്സിമം 5 ഇയേഴ്സ് ആയിരുന്നു ശിക്ഷ. അത് 2019 ആയപ്പോൾ മിനിമം 5 ഇയേഴ്സ് മാക്സിമം 12 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ കുട്ടിയുടെ പ്രായം 16 വയസ്സിനും താഴെയാണെങ്കിൽ പ്രതിക്ക് ജീവപര്യന്തം വരെ ലഭിക്കാം. ഇപ്പം സാധാരണ നിയമത്തിലൊക്കെ നമ്മൾ ലൂപ്പ് ഹോൾ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. പക്ഷെ അത്തരത്തിൽ ഈ പോക്സോ നിയമത്തിന് എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു കേസിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ടെക്നിക്കൽ ഉണ്ടാകുന്ന ഇറവുകളെയാണ് നമ്മൾ ഈ ലൂപ്പ് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതിക്ക് സംശയത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാം. പക്ഷേ നമ്മുടെ പോക്സോ കേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ കുട്ടിയുടെ മൊഴിക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ. ബാക്കി നടപടികൾ അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു കേസിൽ ഒരു പ്രതി മൈനർ ആണെങ്കിൽ അതിൻ്റെ രീതി എങ്ങനെയായിരിക്കും? പ്രതി മൈനർ ആണെങ്കിൽ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കീഴിലായിരിക്കും ഈ കേസ് വരുന്നത്. അപ്പം ജുവനൈൽ നിയമപ്രകാരമായിരിക്കും ബാക്കി കേസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും കോടതിയിൽ കൊണ്ടുവരികയോ പ്രതിയായി കണക്കാക്കുകയോ ചെയ്യുന്നില്ല. ഇവർക്കായിട്ടൊരു പ്രത്യേക ഫോറം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സർവീസും കൗൺസിലിംഗും ഒക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഇറക്കം കുറയ്ക്കണം. എത്ര നീളം കുറയ്ക്കണം? ഇനിയും ഇനിയും ഇതാ അച്ഛൻ്റെ പാന്റ്. ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. Eat 5 star, do nothing. Back to the show. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം സാധാരണഗതിയിൽ സ്ത്രീകളാണ് പ്രതികളാകുന്നെങ്കിൽ അത്തരത്തിലുള്ള കേസുകളിൽ ഒരു അഴിഞ്ഞ സമീപനമാണ് ഉണ്ടാവാറുള്ളതെന്ന് കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? എൻ്റെ അറിവിൽ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമില്ലാതെ പ്രതി നിയമത്തിന് മുൻപിൽ വരികയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാവുന്നത് കേൾക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം സാധ്യതകളുണ്ട്? അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം വർദ്ധിച്ചു വരുന്ന ഡ്രഗ്സിൻ്റെ ഉപയോഗവും ശിഥിലമാകുന്ന കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്നും കുട്ടികൾക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കുന്നില്ല. ഇതൊക്കെ പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും ചൂഷണത്തിന് ഇരയാവാൻ കാരണമാവുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ജെൻഡർ ആയിട്ടുള്ള വേർതിരിവുകളൊന്നും നമ്മുടെ വിധിയെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു കേസ് നടന്നു കഴിഞ്ഞു, അതിലൊരു വിധി നടപ്പിലാവാൻ എത്ര ഒരു താമസം വരുന്നു, എത്ര ഒരു കാലയളവ് വേണം അതിന് വേണ്ടി? as soon as possible നമ്മൾ വിധി നടപ്പാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഓരോ കേസിൻ്റെയും സ്വഭാവം അനുസരിച്ച് കാലയളവിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കേസ് നടന്നു കഴിഞ്ഞു, അവർക്കൊരു നഷ്ടപരിഹാരം അത് കണക്കാക്കുന്നത് ആരാണ്? അങ്ങനെയാണ് നഷ്ടപരിഹാര തുക ലഭിക്കുന്നത്? ആദ്യമായിട്ട് നമ്മൾ വിക്ടിം കോമ്പൻസേഷൻ ഫയൽ ചെയ്യും. നോർമലി നമ്മൾ 1 ലക്ഷം രൂപയാണ് ഫയൽ ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ കോടതി തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു കേസ് നടന്നു കഴിഞ്ഞാൽ അതിലെ ഒരു നിർഭയ ഹോമുകളിലേക്ക് അയക്കപ്പെടുന്ന പെൺകുട്ടികൾ, അവരെ കുറിച്ചുള്ള പിന്നീടുള്ള ഫോളോ അപ്പുകൾ നടത്തപ്പെടുന്നില്ല എന്ന്, അവരെന്തായി, അവരുടെ ഭാവി കാര്യങ്ങൾ എന്തായി എന്നുള്ളത് അന്വേഷിക്കുന്നില്ല എന്നൊരു പരാതി കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ അവർ എപ്പോഴും ലോയേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും.
അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് സഹായത്തിനായിട്ട് പോലീസും കൗൺസിലും ഒക്കെ എപ്പോഴും സഹായത്തിനുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവർക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെയും സ്റ്റേറ്റ് ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്ട്രിക്ട് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് വളരെ കാര്യമായിട്ട് തന്നെ ഫോളോ അപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്.